വീട്ടിലിരുന്ന് ബോറടിച്ചപ്പോൾ ജസ്റ്റ് ഒന്ന് വെളിയിലേക്ക് ഇറങ്ങാമെന്ന് കരുതി. എവിടെ പോകണമെന്ന് വലിയ പ്ലാനൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ പോകുമ്പോഴാണ് വീടിനടുത്തുള്ള അമ്പല ഗ്രൗണ്ട് കാണുന്നത്. എനിക്ക് അവിടെ പോയിരിക്കാമെന്ന് വെച്ചു. അവിടെ ആൽമരത്തിന് കീഴിൽ ഒരുപാട് ആലിലകൾ കൊഴിഞ്ഞു വീണ് കിടപ്പുണ്ടായിരുന്നു മഴയായിട്ട്. അങ്ങനെ പിന്നെ അതിലൊരു ആലിനെ എടുത്തു, അതിലെന്തെങ്കിലും വരയ്ക്കാമെന്ന് വെച്ചു. അങ്ങനെ കയ്യിലുണ്ടായിരുന്ന പേന വെച്ചിട്ട് അതിൽ ചതുരവും ത്രികോണവും ഒക്കെ വരച്ച്, അതിൽ ഐഡിയ ഒന്നും ഇല്ല എന്ത് വരയ്ക്കണമെന്ന്. അങ്ങനെ വരച്ചിരിക്കുമ്പോൾ പെട്ടെന്നൊരു ഐഡിയ വന്നത്, എന്തുകൊണ്ട് ആലിലയിൽ ഒരു ആലിലക്കണ്ണനെ വരച്ചുകൂടാ. പിന്നെ ഒരു ആലിലക്കണ്ണനെ വരയ്ക്കാനാണ് തുടങ്ങി. എനിക്ക് ആലിലക്കണ്ണനെ വരയ്ക്കാനാണ് കറക്റ്റായിട്ടൊന്നും അറിഞ്ഞുകൂടാ, എന്നാലും ഒരു തട്ടിക്കുട്ടി ഒന്ന് സെറ്റാക്കി ഓക്കെ. ജസ്റ്റ് ഒരു മെനക്കൊക്കെ എത്തുമ്പം പിന്നെ ഞാൻ അതിനെ ഒന്നും കൂടെ ഒന്ന് വൃത്തിയാക്കാൻ നോക്കും. അങ്ങനെ വരയ്ക്കാൻ തുടങ്ങുമ്പോഴാണ് ലാസ്റ്റ് അത് കുളമാകുന്നത്. അങ്ങനെയാണ് ഞാൻ. അങ്ങനെ അതൊക്കെ വരച്ചു. പിന്നെ എൻ്റെ ഈ കയ്യിലിരിക്കുന്ന പേനയ്ക്ക് പറയേണ്ട കഥയുണ്ട്. പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അച്ഛനോടൊപ്പം ബാങ്കിലെന്തോ പോയപ്പം അച്ഛൻ എൻ്റെ അടുത്ത് ഒരു പേന ചോദിച്ചു. അന്ന് എൻ്റെ പേനയില്ലായിരുന്നു. അപ്പോൾ അച്ഛൻ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു, പഠിക്കുന്ന കുട്ടികളുടെ കയ്യിൽ എപ്പോഴും ഒരു പേന വേണോ. അത് ഞാനങ്ങ് കാര്യമായിട്ടെടുത്തു. അന്ന് മുതൽ എൻ്റെ ബാഗിൽ ഒരു പേന കാണും. വലിയ യൂസൊന്നും ഇല്ലെങ്കിൽ ഇട്ടേക്കും. ലാസ്റ്റ് ലീക്കായി എൻ്റെ ബുക്കിലൊക്കെ ആകാറാണ് പതിവ്. ഇപ്പോൾ അത് വാലറ്റാണ് കൊണ്ട് കിടക്കുന്നെങ്കിൽ അതിൽ ഇട്ടേക്കും. അറ്റ് ലാസ്റ്റ് അത് വെച്ചിട്ട് പടമൊക്കെ വരച്ചങ്ങ് സെറ്റാക്കി കുളവാക്കി. അവസാനം ആൽമരത്തിന് തന്നെ സ്വന്തം ആലിലേക്ക് കൊടുത്തു. ടാറ്റ പറഞ്ഞ് വീട്ടിൽ പോയി.